നമസ്കാരം, വെൽക്കം ടു രസതന്ത്ര അക്കാദമി. ഇന്ന് നമ്മൾ ഇലക്ട്രോകെമിസ്ട്രി എന്ന യൂണിറ്റിന്റെ ഫോക്കസ് ഏരിയ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇലക്ട്രോകെമിസ്ട്രിയിലെ ആദ്യത്തെ ടോപ്പിക്, ഫോക്കസ് ഏരിയയിലെ ആദ്യത്തെ ടോപ്പിക് നേൺസ്റ്റ് ഇക്വേഷൻ ആണ്. നേൺസ്റ്റ് ഇക്വേഷൻ പഠിക്കുന്നതിന് മുൻപ് സെൽ നൊട്ടേഷനും കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം, എന്നിട്ട് നേൺസ്റ്റ് ഇക്വേഷനിലേക്ക് പോകാം. ഡാനിയൽ സെല്ലിന്റെ സെൽ റിയാക്ഷൻ ആണ് ടീച്ചർ എഴുതാൻ പോകുന്നത്. Zn solid plus copper sulfate aqueous giving ZnSO4 aqueous plus Cu solid. ഇതാണ് നമ്മുടെ സെൽ റിയാക്ഷൻ. ഈ സെൽ റിയാക്ഷനിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. ആനോഡ് ആരാണ്, കാഥോഡ് ആരാണെന്ന് അറിയാം. ഓക്സിഡൈസ്ഡ് ആകുന്ന ആള് ആനോഡാണ്, റെഡ്യൂസ്ഡ് ആകുന്ന ആള് കാഥോഡാണ്. അപ്പോൾ സെൽ നൊട്ടേഷൻ, ഇങ്ങനെ ഒരു റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് സെൽ നൊട്ടേഷൻ എഴുതാൻ സാധിക്കും. സെൽ നൊട്ടേഷൻ എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിഡോക്സ് കപ്പിൾസ് ആയിട്ടാണ് നമ്മൾ ഇലക്ട്രോഡുകളെ റെപ്രസെന്റ് ചെയ്യുന്നത്. ആദ്യം റെപ്രസെന്റ് ചെയ്യുന്നത് ആനോഡാണ്. അപ്പൊ ഇതിലിപ്പോ ആനോഡ് സിങ്ക് സോളിഡ് സിങ്ക് അയോൺ ആയിട്ട് മാറി സൾഫേറ്റിൽ, അല്ലെ? സിങ്ക് സൾഫേറ്റിൽ Zn2+ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ 0 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഇവിടെ +2 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. സോ ഇറ്റ് ഗോട്ട് ഓക്സിഡൈസ്ഡ്. ഇപ്പൊ ആനോഡിനെ നമ്മൾ ആദ്യം റെപ്രസെന്റ് ചെയ്യും. Zn സോളിഡ് Zn2+ ആയിട്ട് മാറുകയാണ് ചെയ്തത്. സോ Zn ബാർ Zn2+. ഇനി ഒരു ഡബിൾ ബാർ ഇടും, എന്നിട്ട് നമ്മൾ കാഥോഡിനെ റെപ്രസെന്റ് ചെയ്യും. ഇവിടെ Cu2+, Cu 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് പോയി. ദാറ്റ് മീൻസ് ഇറ്റ് ഗോട്ട് റെഡ്യൂസ്ഡ്. കോപ്പർ 2 ഇലക്ട്രോൺസ് വാങ്ങിയിട്ട് കോപ്പർ മെറ്റൽ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തു. ഇറ്റ് ഇസ് കാഥോഡ്. സോ യു റൈറ്റ് ഇറ്റ് ആസ് Cu2+ ബാർ Cu സോളിഡ്. ഇതിന്റെ ഫേസും കൂടെ നമുക്ക് റെപ്രസെന്റ് ചെയ്തേക്കാം. സോ ദിസ് ഇസ് ഹൗ യു റൈറ്റ് എ സെൽ നൊട്ടേഷൻ. കാഥോഡ് ആണ് റൈറ്റ് സൈഡിൽ റെപ്രസെന്റ് ചെയ്യുന്നത്, ആനോഡ് ആണ് ലെഫ്റ്റ് സൈഡിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു സെല്ലിന്റെ പൊട്ടൻഷ്യൽ അറ്റ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ്, അതായത് കോൺസെൻട്രേഷൻ ഓഫ് ഓൾ ദി സ്പീഷീസ് ഇൻവോൾവ് യൂണിറ്റി ആയിരിക്കുമ്പോൾ അതിൻ്റെ സെൽ പൊട്ടൻഷ്യൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. E0 സെൽ ഇസ് ഈക്വൽ ടു, കാൽക്കുലേറ്റ് ചെയ്യുന്നത് E0 കാത്തോഡ് മൈനസ് E0 ആനോഡ്. ഓക്കെ, ഇനി എന്താണ് ഈ നേൺസ്റ്റ് ഇക്വേഷൻ നോക്കാം. വാട്ട് ഇസ് നേൺസ്റ്റ് ഇക്വേഷൻ? NERNST, നേൺസ്റ്റ് ഇക്വേഷൻ. നേൺസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യുന്നത് സെൽ പൊട്ടൻഷ്യൽ ഡിറ്റർമിൻ ചെയ്യാൻ തന്നെയാണ്. പക്ഷേ കോൺസെൻട്രേഷൻ ഓഫ് ദ സ്പീഷീസ് യൂണിറ്റി അല്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ ഈ നേൺസ്റ്റ് ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. എപ്പോഴും നമ്മൾ 1 മോളാർ കോൺസെൻട്രേഷനിലായിരിക്കില്ല എല്ലാ ഇലക്ട്രോലൈറ്റ്സിനെയും എടുക്കുന്നത്, അല്ലേ? പല സെൽസിൽ കോൺസെൻട്രേഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. So in that case we use this Nernst equation for calculating the cell potential. Nernst equation for any electrode can be represented as E m n plus bar m equal to E0 m n plus bar m minus RT by NF log molar concentration of the solid metal by molar concentration of the aqueous solution. ഇവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഡിറൈവ് ദി നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ ഡാനിയൽ സെൽ. ഡിറൈവ് നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ ഡാനിയൽ സെൽ. നമുക്കൊന്ന് ഡിറൈവ് ചെയ്ത് നോക്കാം പെട്ടെന്ന്. ഈ സെല്ല് എന്താണ്? ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. ഡാനിയൽ സെല്ലിനെ സംബന്ധിച്ചിടത്തോളം ആനോഡ് ആരാണെന്ന് നമുക്കറിയാം, കാഥോഡ് ആരാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ആദ്യം ഈ കാഥോഡ് റെപ്രസെന്റ് ചെയ്യാം. ഈ കാഥോഡ് ഇസ് ഈക്വൽ ടു ഈ Cu2+ ബാർ Cu, അല്ലേ? അപ്പോൾ E0 Cu2+ bar Cu minus RT by 2F ln molar concentration of a solid is unity. അപ്പോൾ
1 by molar concentration of Cu2+. ഇനി ഈ ആനോഡ് എന്തായിരിക്കും? E0 Zn2 plus bar Zn minus RT by 2F log 1 by molar concentration of Zn2+. Okay. ഇനി E cell എന്ന് പറഞ്ഞാൽ എന്താണ്? E cathode minus E anode. So it can be written as E cell is equal to, നമുക്ക് ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യാം. അപ്പോൾ ഐ എം റൈറ്റിംഗ് E0 Cu2 plus bar Cu minus E0 Zn2 plus bar Zn, അത് ഒരുമിച്ച് എഴുതി, മൈനസ് RT by 2F കോമൺ ഫാക്ടർ എടുക്കാം, മൈനസ് RT by 2F, മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആകും. അപ്പോൾ Zn2 plus will come on top log molar concentration of Zn2 plus divided by molar concentration of Cu2 plus. ഇങ്ങനെയാണ് നമുക്ക് ഡാനിയൽ സെല്ലിൻ്റെ നേൺസ്റ്റ് ഇക്വേഷൻ കിട്ടുന്നത്. E0 Cu2 plus bar Cu minus E0 Zn2 plus bar Zn എന്നുള്ളത് E0 സെല്ലാണ്. ഓക്കെ, സോ ദിസ് ഇസ് ദി നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ ഡാനിയൽ സെൽ. ഇനി ഇതിൽ R എന്ന് പറയുന്നത് ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, 8.314 ജൂൾസ്. T എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്. F is Faraday. 1 Faraday is 96,500 coulombs approximately. Zn2 plus ന്റെ മോളാർ കോൺസെൻട്രേഷൻ, Cu2 plus ന്റെ മോളാർ കോൺസെൻട്രേഷൻ. നമ്മൾ ഈ ഇക്വേഷൻ ബേസ് 10ലേക്ക് മാറ്റി, ലോഗരിതം ബേസ് 10ലേക്ക് മാറ്റി 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ Zn2 plus log Zn2 plus by log Cu2 plus to the base 10 ആയി. ഇപ്പോൾ ഒരു കാര്യം ഇതിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ഓക്സിഡൈസ്ഡ് സ്പീഷീസ് ആണ് മുകളിലുള്ളത്, റെഡ്യൂസ്ഡ് സ്പീഷീസ് ആണ് ഡിനോമിനേറ്ററിലുള്ളത്, അല്ലേ? അപ്പോൾ ഫോർ എനി ജനറൽ സെൽ, ഏതൊരു സെല്ലിനും നേൺസ്റ്റ് ഇക്വേഷൻ നമുക്ക് എഴുതാൻ സാധിക്കും. ഹൗ? Nernst equation for any cell, E cell is equal to E0 cell minus RT by NF log oxidized species by reduced species. Question: represent the cell in which the following reaction takes place. Magnesium plus 2 Ag plus അതിൻ്റെ മോളാർ കോൺസെൻട്രേഷൻ കൊടുത്തിട്ടുണ്ട് 0.0001 മോളാർ, ഗിവിംഗ് Mg2 plus മോളാർ കോൺസെൻട്രേഷൻ 0.130 മോളാർ plus 2 Ag silver solid. Calculates its E cell if E0 cell is 3.17 volt. Represent the cell എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ മിസ് ഇവിടെ സെല്ല് റെപ്രസെൻറ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ചെയ്യാം. Mg solid is oxidized to Mg2 plus. അപ്പോൾ ആരാണ് ആനോഡ്? Mg ആണ് ആനോഡ്. ആനോഡിനെ നമ്മൾ സെൽ നൊട്ടേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ എഴുതണം. സോ വി വിൽ റൈറ്റ് ദാറ്റ് ഫസ്റ്റ്. Mg solid changing to Mg2 plus, പിന്നെ ഒരു ഡബിൾ ബാർ ഇട്ടു, പിന്നെ Ag പ്ലസ് Ag സോളിഡ് ആയിട്ട് മാറി. സോ ദിസ് ഇസ് ദി സെൽ നൊട്ടേഷൻ. അപ്പോൾ സെൽ നൊട്ടേഷൻ എഴുതാൻ മനസ്സിലായല്ലോ. ഓക്സിഡൈസ് സ്പീഷീസ്, ദാറ്റ് ഇസ് ദി ആനോഡ്, ഡബിൾ ബാർ, പിന്നെ കാഥോഡ് സ്പീഷീസ്. ഇനി അതിനുശേഷം നമ്മൾ എന്താ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഈ സെല്ല് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സെൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? യൂസിങ് നേൺസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള സ്പീഷീസ് Mg2 പ്ലസ്, റിഡ്യൂസ്ഡ് ആയിട്ടുള്ള സ്പീഷീസ് Ag പ്ലസ്. അപ്പോൾ Ag പ്ലസ് നമ്മൾ ഇക്വേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ 2 Ag പ്ലസ് എന്ന് കാണാം, അല്ലേ? ബിക്കോസ് Mg വാസ് ഓക്സിഡൈസ്ഡ് ടു Mg2 പ്ലസ്. സിൽവറിൻ്റെ വാലൻസി +1 ആണല്ലോ, ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ്. അപ്പോൾ 2 Ag പ്ലസ് വേണം, എന്നാലേ 2 ഇലക്ട്രോൺസ് നമുക്ക് കിട്ടുള്ളൂ. സോ N ഹിയർ ഇസ് 2. അപ്പോൾ ഈ സെല്ലിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതി. ലുക്ക് അറ്റ് ദി ഇക്വേഷൻ. E0 cell minus RT by 2F. അതുകൊണ്ടാണ് 2F. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇസ് 2. 2.303 log
oxidized species Mg2 plus by reduced species Ag plus square. ആ സ്ക്വയർ എന്താണ്? 2Ag എന്നുള്ളതിൻ്റെയാണ് ആ സ്ക്വയർ ഇട്ടിരിക്കുന്നത്, മോളാർ കോൺസെൻട്രേഷനെ സ്ക്വയർ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് വാല്യൂസ് ഒക്കെ ഇട്ടിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. 3.17 is already given E0 cell. You got the answer as 2.96 volt. മനസ്സിലായല്ലോ? E0 സെല്ലും ഈക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kcയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. E0 cell is equal to 2.303 RT by NF log Kc. ജനറൽ ഇക്വേഷൻ ഇസ് NF കേട്ടോ. ഇവിടെ 2F എന്ന് എഴുതിയിരിക്കുന്നത് 2 ഡാനിയൽ സെല്ലിന്റെ നമ്മൾ ഡിറൈവ് ചെയ്തതുകൊണ്ട് അതിൻ്റെ ബേസിസിൽ പറഞ്ഞിരിക്കുന്നതാണ്. ജനറലി ഇറ്റ് ഇസ് N കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു സെല്ലിൻ്റെ ഈക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും കണ്ടുപിടിക്കാനായിട്ട് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ യു ക്യാൻ കാൽക്കുലേറ്റ് യൂസിങ് ദിസ് ഇക്വേഷൻ. E0 cell is equal to 2.303 RT by NF log Kc. ഇനി ഓർത്തിരിക്കേണ്ട മറ്റ് രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ഡെൽറ്റ G0 is Gibbs free energy. Standard free energy is equal to minus NF E0 cell. മൈനസ് NF E0 cell. ഇവിടെ N എന്നുള്ളത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. F is Faraday. E0 cell you know standard cell potential. And if you substitute that E0 cellന്റെ ഇക്വേഷൻ നമ്മൾ ഇപ്പോൾ തന്നെ പഠിച്ചാണ്. log Kc ആയിട്ടുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലേ? അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് ദിസ് ഇക്വേഷൻ. ആ ബോക്സിനകത്തുള്ള ഡെൽറ്റ G0 ഇസ് ഈക്വൽ ടു മൈനസ് 2.303 RT log Kc. മൈനസ് 2.303 RT log Kc. അപ്പോൾ ആ ബോക്സിലുള്ള ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഡെൽറ്റ G0 ഇസ് ഈക്വൽ ടു മൈനസ് NF E0 cell. അതും ഓർത്തിരിക്കണം ഫോർ ഡൂയിങ് പ്രോബ്ലംസ്. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം അതിനെ ബേസ് ചെയ്തിട്ട്. The cell in which the following reaction occurs: 2Fe3 plus 2I minus giving 2Fe2 plus I2 has E0 cell equal to 0.236 volt at 298 Kelvin. Calculate the standard Gibbs energy and the equilibrium constant of the cell reaction. നമ്മളിപ്പോൾ പഠിച്ച രണ്ട് ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാനുള്ള ഒരു പ്രോബ്ലമാണ്. അപ്പോൾ നോക്കിക്കോ, Fe3 plus I minus I2 ആവുന്ന എങ്ങനെയാണ്? ഇലക്ട്രോൺസ് ലൂസ് ചെയ്ത് കഴിയുമ്പോഴാണ്, isn't it? സോ ഇവിടെ ഓക്സിഡൈസ്ഡ് ആയത് ആരാണ്? ഓക്സിഡൈസ്ഡ് ആയത് I മൈനസ് ആണ്. റെഡ്യൂസ്ഡ് ആയത് Fe3 ആണ്. കാരണം Fe3 Fe2 ആണ് ആയത്. ചാർജ് കുറഞ്ഞൂലേ, ഓക്സിഡേഷൻ സ്റ്റേറ്റ് കുറഞ്ഞു. ദാറ്റ് മീൻസ് ഇറ്റ് ഗെയിൻഡ് ഇലക്ട്രോൺ ആൻഡ് ദെൻ ചേഞ്ച് ടു എ ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. സോ Fe is the reduced species. Fe3 is the reduced species and I minus is the oxidized species. അപ്പോൾ ആദ്യം നമുക്ക് ഗിബ്സ് ഫ്രീ എനർജി കണ്ടുപിടിക്കാം. ഡെൽറ്റ G0 is equal to minus NF E0 cell. നമുക്ക് E0 സെല്ല് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.236 വോൾട്ട്. N നമുക്ക് ഇക്വേഷനിൽ നോക്കി മനസ്സിലാക്കാം. N നോക്കിക്കോ, 2I minus, isn't it? 2I minus changing to I2. 2Fe3 plus changing to 2Fe2 plus. അപ്പോൾ അവിടെ ടോട്ടലായിട്ട് 2 ഇലക്ട്രോൺസ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. I മൈനസ് 2 I മൈനസ് എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺസ് Fe3 പ്ലസിന് കൊടുത്തിട്ടാണ് Fe3 പ്ലസ് Fe2 പ്ലസ് ആയത്. അണ്ടർസ്റ്റുഡ്? Fe3 പ്ലസ് ചേഞ്ച് ടു Fe2 പ്ലസ്. 2 Fe3 പ്ലസിന് 2 ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്താലേ 2 Fe2 പ്ലസ് ആയിട്ട് മാറാൻ സാധിക്കും. സോ ദി ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ് ഇസ് 2, isn't it? സോ മൈനസ് NF E0 സെൽ എന്ന് പറയുന്നത് -2 ഇൻറ്റു 96,500 കൂളംസ് ഇൻറ്റു E0 സെൽ നമുക്ക് തന്നിട്ടുണ്ട് 0.236 വോൾട്ട്. ഓക്കെ, നമ്മൾ 2 ഡിഫറെൻറ്റ് ഇക്വേഷൻസ് എഴുതി. ഡെൽറ്റ G0 എന്നുള്ള ഇക്വേഷൻ എഴുതി, E0 സെല്ലിനുള്ള ഇക്വേഷൻ എഴുതി. ആദ്യം നമ്മൾ ഡെൽറ്റ G0 കണ്ടുപിടിക്കും. എങ്ങനെ? മൈനസ് NF E0 സെല്ല് വെച്ചിട്ട് കണ്ടുപിടിച്ചു. എന്നിട്ട് അത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഡെൽറ്റ G0 is equal to minus 2.303 RT log Kc. Then you can find out the value of Kc. Question: how does conductivity of a solution, conductivity of an electrolytic solution, vary with concentration? When
concentration increases, the number of ions per unit volume increases. Hence, the conductivity of a solution increases with concentration. പക്ഷേ molar conductivity എന്ന് പറഞ്ഞാൽ conductivity of volume of solution containing 1 mole of the electrolyte എന്നാണ് ഡെഫിനിഷൻ. അതുകൊണ്ട് കോൺസെൻട്രേഷൻ കൂടുമ്പോഴല്ല ഡൈല്യൂഷൻ കൂടുമ്പോഴാണ് മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്. അണ്ടർസ്റ്റുഡ്? ഇനി ഇതിനകത്ത് ഫോക്കസ് ഏരിയയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് കോൺസെൻട്രേഷൻ ഫോർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആസ് വെൽ ആസ് വീക്ക് ഇലക്ട്രോലൈറ്റ്. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് അതിൻ്റെ ഉത്തരം നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. സോ വിൽ സീ ദി ആൻസർ. ഈ ക്വസ്റ്റിനുള്ള ആൻസർ എഴുതുമ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ടത് മോളാർ കണ്ടക്ടിവിറ്റി ഫോർ സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ഇൻക്രീസസ് വിത്ത് ഡൈല്യൂഷൻ. ദാറ്റ് ഈസ് ദി ഫസ്റ്റ് പോയിന്റ്. പിന്നെ നമുക്ക് ഫോർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ്, ഫോർ വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ഡിഫറെൻ്റ് ആയിട്ട് എഴുതാം. ഫസ്റ്റ് ലെറ്റ് us talk about the strong electrolytes. For strong electrolytes, the molar conductivity varies as per the Debye-Huckel-Onsager equation. ഇവിടെ എഴുതിയിട്ടുണ്ട് Debye-Huckel-Onsager equation. Lambda m is equal to lambda 0m minus a into c raised to half. ഇതിൽ ലാംഡ m എന്ന് പറയുന്നത് molar conductivity of the solution. Lambda 0m is the limiting molar conductivity. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റിയെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ലാംഡ 0m മൈനസ് എ ഇൻറ്റു സി റേസ്ഡ് ഹാഫ്. അവിടെ എ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് ദി ഇലക്ട്രോലൈറ്റ് ആൻഡ് ഓൾസോ ദി സോൾവെൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് യുണീക്ക് ഫോർ എ പെർട്ടിക്കുലർ സോൾവെൻറ്റ്. ഇനി സി റേസ്ഡ് ഹാഫ്, സി അവിടെ കോൺസെൻട്രേഷൻ ആണ്, കോൺസെൻട്രേഷൻ ഓഫ് ദി സൊല്യൂഷൻ. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനുള്ള ഇക്വേഷൻ എഴുതി ഓരോ ടേംസും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഗ്രാഫും കൂടെ വരയ്ക്കാം. യു ക്യാൻ സി KCl അല്ലേ? KCl ഇസ് ദി സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. ലാംഡ m വേഴ്സസ് സി റേസ് ടു ഹാഫ് ആണ് നമ്മൾ ഗ്രാഫ് വരച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ KClനെ നമ്മൾ ബാക്കിലേക്ക് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്തു, സീറോ കോൺസെൻട്രേഷനിലേക്ക് എത്തിച്ചപ്പോൾ ലാംഡ 0m വാല്യൂ നമുക്ക് ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. But in the case of weak electrolytes, you can see acetic acid അല്ലേ? അപ്പോൾ ഈ ഗ്രാഫ് വരച്ചിട്ട് സ്ട്രോങ്ങും വീക്ക് ഇലക്ട്രോലൈറ്റും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം. So from the graph you can understand that you cannot use Debye-Huckel-Onsager equation for calculating or determining the molar conductivity of weak electrolytes, since the degree of dissociation increases steeply with increase in dilution. നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇൻക്രീസ് ചെയ്യും. ദിസ് വിൽ ഇൻക്രീസ് ദി മോളാർ കണ്ടക്ടിവിറ്റി steeply and hence we are not able to extrapolate the graph to obtain the limiting molar conductivity. So we use this equation alpha is equal to lambda m by lambda 0m. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ എഴുതണം. കൂടെ Ka, the acid dissociation constant, is equal to C alpha square by 1 minus alpha. അപ്പോൾ വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി ഫോർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും എഴുതണം. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിൻ്റെ ഇക്വേഷൻ എഴുതണം, വീക്ക് ഇലക്ട്രോലൈറ്റിന് എന്തുകൊണ്ട് ആ ഇക്വേഷൻ പറ്റില്ല എന്ന് എഴുതണം, പിന്നെ എങ്ങനെ അത് കണ്ടുപിടിക്കാമെന്നും ഉള്ള ഈ രണ്ട് ഇക്വേഷൻസ്. ആൽഫ ഇസ് ഈക്വൽ ടു ലാംഡ m by lambda 0m, Ka is equal to C alpha square by 1 minus alpha. ഇനി ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത് വാട്ട് ഈസ് കോൾഡ്-റോഷസ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ്. ഡെഫിനിഷൻ ഇതാണ്: ദി ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദി സം ഓഫ് ദി ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റീസ് ഓഫ് ദി ആനയോൺ ആൻഡ് കാറ്റയോൺ. ഇനി അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ചോദ്യം: കാൽക്കുലേറ്റ് lambda 0m for calcium chloride and magnesium sulfate from the data given. അപ്പോൾ കാൽഷ്യം ക്ലോറൈഡിൻ്റെയും മെഗ്നീഷ്യം സൾഫേറ്റിൻ്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കുറച്ച് ഡേറ്റാസ് തന്നിട്ടുണ്ട്. ലാംഡ 0m ഫോർ കാൽഷ്യം ഇസ് ഗിവൻ, ക്ലോറിൻ തന്നിട്ടുണ്ട്, Mg2+ തന്നിട്ടുണ്ട്, SO4 2- തന്നിട്ടുണ്ട്. സോ യു ഹാവ് ടു സിംപ്ലി ആഡ് ഇറ്റ് അപ്പ്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടത്, കാൽഷ്യം ക്ലോറൈഡിൽ 2 ക്ലോറിൻ ആറ്റംസ് ഉണ്ട്. അപ്പോൾ ആ ക്ലോറിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി
നോക്കൂ, ലാംഡ 0m ഫോർ കാൽഷ്യം ക്ലോറൈഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കൂ. കാൽഷ്യത്തിൻ്റെ 119 സിമെൻറ്റ് സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ റേസ് ടു -1. ക്ലോറിൻ്റെ 2 × 76.3 എന്ന് എടുത്തിരിക്കുന്നത്. വൈ? ബിക്കോസ് 2 ക്ലോറിൻ ആറ്റംസ് അല്ലേ, CaCl2 ടോട്ടൽ കിട്ടി. ഇനി മെഗ്നീഷ്യം സൾഫേറ്റ് രണ്ടുപേരും ഓരോന്നല്ലേ ഉള്ളൂ. മെഗ്നീഷ്യം 1 ആറ്റം, സൾഫേറ്റ് ഒരു സിംഗിൾ ഗ്രൂപ്പ്. അതിൻ്റെ സമ്മാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് മെഗ്നീഷ്യം സൾഫേറ്റ്. ഇനി വൺ മോർ ക്വസ്റ്റ്യൻ സിമിലർ ആയിട്ടുള്ള ലാംഡ 0m NaCl HCl ആൻഡ് NaAC. NaAC എന്നോട് ഉദ്ദേശിക്കുന്നത് സോഡിയം അസറ്റേറ്റ് are 126.4, 425.9 and 91 cement centimeter square mole raised to -1 respectively. Calculate lambda 0m for HAC, acetic acid. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് 3 പേരുടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്, 4ാമത്തെ ആളുടെ തന്നിട്ടില്ല. അപ്പോൾ ഈ 4 പേരെയും നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, അതിൽ 2 പേര് റിയാക്ടൻസും 2 പേര് പ്രോഡക്ട്സും ആണ്. അപ്പോൾ നമുക്ക് അറിയാത്ത ആൾ എങ്ങനെയാണ് പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതെന്ന് നമ്മൾ നോക്കുക. സോ let us just combine these substances to get the products. അപ്പോൾ HAC കിട്ടണമെങ്കിൽ നമ്മൾ HCl-നെയും NaC-നെയും കമ്പൈൻ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ NaCl എന്ന പ്രോഡക്റ്റും HAC എന്ന് പറഞ്ഞ ആസിഡും നമുക്ക് കിട്ടി. NaCl സോൾട്ടും HAC എന്ന ആസിഡും കിട്ടി. ഔട്ട് ഓഫ് വിച്ച് യു നോ ദി ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റീസ് ഓഫ് HCl, NaAC ആൻഡ് NaCl. അതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്താൽ മതി? ഓരോരുത്തരുടെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് അവരുടെ ആനയോണിൻ്റെയും കാറ്റയോണിൻ്റെയും കോൺട്രിബ്യൂഷൻസ് അല്ലേ. സോ യു ക്യാൻ ആഡ് ഓൾ ദീസ്. HClഉം NaACയും ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് NaClനെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ you will get the limiting molar conductivity of HAC. ഓക്കെ, അപ്പോൾ lambda 0m HCl plus lambda 0m NaAC minus lambda 0m NaCl. You will get the limiting molar conductivity of HAC. അപ്പോൾ ഇതാണ് Kohl-Rausch's lawയുടെ ആപ്ലിക്കേഷൻ. If you are asked another question like this, എന്താണ് Kohl-Rausch's lawയുടെ ആപ്ലിക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് വീക്ക് ഇലക്ട്രോലൈറ്റ്സിൻ്റെയും സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിൻ്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റീസ് കണ്ടുപിടിക്കാൻ സാധിക്കും. വീക്ക് ഇലക്ട്രോലൈറ്റ്സിൻ്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടുപിടിക്കാനും ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാനും സാധിക്കുമെന്നാണ് പറയേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം ബാറ്ററീസിനെ കുറിച്ചുള്ളതാണ്. വാട്ട് ആർ ബാറ്ററീസ്? വാട്ട് ആർ ദി 2 types ഓഫ് ബാറ്ററീസ്? വാട്ട് ഈസ് എ ബാറ്ററി? എന്താണ് ബാറ്ററി എന്ന് പറഞ്ഞാൽ? എ ബാറ്ററി ഈസ് എ കളക്ഷൻ ഓഫ് 2 or more cells connected in series. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ആർ ദി 2 types ഓഫ് ബാറ്ററീസ്? പ്രൈമറി ബാറ്ററീസ് ആൻഡ് സെക്കൻഡറി ബാറ്ററീസ്. ഇനി എന്താണ് പ്രൈമറി ബാറ്ററി? പ്രൈമറി ബാറ്ററി ഈസ് എ ബാറ്ററി വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഓൺലി വൺസ്. എ സെക്കൻഡറി ബാറ്ററി ക്യാൻ ബി റീചാർജ് ആൻഡ് റീയൂസ്ഡ്. അതാണ് സെക്കൻഡറി ബാറ്ററീസ്. പ്രൈമറി ബാറ്ററിക്ക് എക്സാമ്പിളാണ് ലെക്ലാൻഷെ സെൽ ഓർ ഡ്രൈ സെൽ. നമ്മുടെ വീടുകളിലൊക്കെ റിമോട്ട് കൺട്രോളിലും പഴയ ട്രാൻസിസ്റ്റേഴ്സിലും ക്ലോക്സിലൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററിയാണ് ലെക്ലാൻഷെ സെൽ ഓർ ഡ്രൈ സെൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിൻ്റെ കവറിങ് ഇസ് ദി ആനോഡ്. ആനോഡ് ഇസ് മേഡപ്പ് ഓഫ് സിങ്ക്. ബാറ്ററി പൊളിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു കറുത്ത കളറിലെ റോഡ് കാണാം. ദാറ്റ് ഇസ് ഗ്രഫൈറ്റ്. അതാണ് അതിൻ്റെ കാഥോഡ്. സിങ്ക് ആനോഡും ഗ്രഫൈറ്റ് ആണ് കാഥോഡും. കാഥോഡിനെ സറൗണ്ട് ചെയ്തിട്ട് മാംഗനീസ് ഡയോക്സൈഡ് ആൻഡ് കാർബൺ, അതാണ് അതിൻ്റെ ഇലക്ട്രോലൈറ്റ്. ആൻഡ് ദർ ഇസ് ഓൾസോ എ മിക്സ്ചർ ഓഫ് സിങ്ക് ക്ലോറൈഡ് ആൻഡ് അമോണിയം ക്ലോറൈഡ് ഫിൽഡ് ഇൻ ബിറ്റ്വീൻ ദി സ്പേസ് ഓഫ് ദി കാഥോഡ് ആൻഡ് ആനോഡ്. ഇതിലെ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1.5 volt ആണ്. ആപ്ലിക്കേഷൻസ് ഇറ്റ് ഇസ് യൂസ്ഡ് ഇൻ ട്രാൻസിസ്റ്റേഴ്സ്, ക്ലോക്സ് എക്സെട്ര. ഇനി മറ്റൊരു പ്രൈമറി ബാറ്ററി നമുക്ക് പഠിക്കാനുള്ളത് ബട്ടൺ സെൽ ഓർ മെർക്കുറി സെൽ. ഈ ബട്ടൺ സെൽ അല്ലെങ്കിൽ മെർക്കുറി സെല്ലും നിങ്ങൾക്കറിയാം,
നമ്മുടെ വാച്ചിലൊക്കെ ഇടുന്ന ഒരു വട്ടത്തിലുള്ള ബാറ്ററി ഇല്ലേ, അതാണ് ബട്ടൺ സെൽ ഓർ മെർക്കുറി സെൽ. ഈ ബട്ടൺ സെല്ലിൻ്റെ ആനോഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സിങ്ക് മെർക്കുറി അമാൽഗം, ദാറ്റ് ഈസ് ദി ആനോഡ്. അത് മിസ് ഇവിടെ എഴുതാൻ വിട്ടുപോയി. കാഥോഡ് ഇസ് എ മിക്സ്ചർ ഓഫ് HgO and carbon. Okay, that is the cathode. പിന്നെ a paste of KOH and zinc oxide, that is the electrolyte. A paste of KOH and zinc oxide. അപ്പോൾ ആനോഡ് ഏതായിരുന്നു? ആനോഡ് is the zinc amalgam, zinc mercury amalgam. പിന്നെ കാഥോഡ് എന്ന് പറയുന്നത് a mixture of mercuric oxide, HgO and carbon. Electrolyte is a mixture of zinc oxide and potassium hydroxide. ഇതിൻ്റെ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1.35 വോൾട്ട് ആണ്, കുറച്ചും കൂടെ കുറവാണ്, ലെഗ്ലാൻഷെ സെല്ലിനേക്കാൾ കുറവാണ്. ഇത് ചെറിയ കറണ്ട് മാത്രം ആവശ്യമുള്ള ഡിവൈസസിൽ, ഫോർ എക്സാമ്പിൾ ടോയ്സ്, ഈ ടോയ് ഫോണൊക്കെ കണ്ടിട്ടില്ല, അതിൻ്റെയൊക്കെ ഉള്ളിലുള്ള ബാറ്ററി, അതുപോലെ നമ്മുടെ റിസ്റ്റ് വാച്ച്, ഹിയറിംഗ് എയ്ഡ്സ്, അതിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ബട്ടൺ സെൽ. സെക്കൻഡറി ബാറ്ററിയെ കുറിച്ച് പറഞ്ഞു. ഇറ്റ് ക്യാൻ ബി റീചാർജ്ഡ് ആൻഡ് റീയൂസ്ഡ്. അത് ഒരു കറണ്ട് സോഴ്സിൽ ചാർജ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺസിൻ്റെയൊക്കെ ബാറ്ററി നമ്മൾ റീചാർജ് ചെയ്യുന്നില്ലേ, അപ്പോൾ അതുപോലെ ഓട്ടോമൊബൈൽസിൽ, അതുപോലെ ഇൻവേർട്ടർ, ഇതിലൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററീസ് ഉണ്ടല്ലോ. എക്സാമ്പിൾ നിക്കൽ കാഡ്മിയം ബാറ്ററി, ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ബാറ്ററിയാണ്. ഇത് ജസ്റ്റ് നിക്കൽ കാഡ്മിയം ബാറ്ററി എന്ന് ഓർത്താൽ മതി. എപ്പോഴും ചോദിക്കാറുള്ളത് ലെഡ് സ്റ്റോറേജ് ബാറ്ററിയാണ്. ലെഡ് സ്റ്റോറേജ് ബാറ്ററിയുടെ ആനോഡ് എന്ന് പറയുന്നത് ലെഡാണ്, ആൻഡ് ലെഡ് ഡയോക്സൈഡ് ഇസ് ദി കാഥോഡ്. നിങ്ങൾക്ക് പിക്ചർ കാണാം. ലെഡ് ഡയോക്സൈഡ് ഇസ് ദി കാഥോഡ് ആൻഡ് ലെഡ് റോഡ്സ് ഇസ് ദി ആനോഡ്. ഇലക്ട്രോലൈറ്റ് ഇസ് 38% സൾഫ്യൂറിക് ആസിഡ്. ബാറ്ററി വെള്ളം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ സെല്ല്, ലെഡ് സ്റ്റോറേജ് സെല്ല് യൂസ് ചെയ്യുമ്പോൾ, ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഉള്ള സെൽ റിയാക്ഷൻ ആണ് തന്നിരിക്കുന്നത്. ലെഡും ലെഡ് ഡയോക്സൈഡും ലെഡ് സൾഫേറ്റ് ആയിട്ട് മാറുന്നു, ബോത്ത് അറ്റ് ദി ആനോഡ് ആൻഡ് അറ്റ് ദി കാഥോഡ്. പക്ഷേ റീചാർജ് ചെയ്യുമല്ലോ, നമ്മളിതിനെ റീചാർജ് ചെയ്യുമ്പോൾ ആനോഡിലും കാഥോഡിലും ലെഡ് സൾഫേറ്റ് തിരിച്ച് ലെഡും ലെഡ് ഡയോക്സൈഡും ആയിട്ട് മാറും. ചില വർഷങ്ങളിൽ ഈ ലെഡ് സ്റ്റോറേജ് ബാറ്ററി റീചാർജ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യുന്ന റിയാക്ഷൻസ് എഴുതാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സോ സ്റ്റഡി ദാറ്റ്. സ്ഥിരം ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, വാട്ട് ആർ ഫ്യൂവൽ സെൽസ്? വാട്ട് ആർ ഇറ്റ്സ് അഡ്വാൻറ്റേജസ് ഓവർ അതർ പവർ ജനറേറ്റിംഗ് സോഴ്സസ്, ഇലക്ട്രിക്കൽ പവർ ജനറേറ്റിംഗ് സോഴ്സസ്? ആൻസർ, ഫ്യൂവൽ സെൽസ് ആർ സ്പെഷ്യലി ഡിസൈൻഡ് ഗാൽവനിക് സെൽസ് used to convert chemical energy into electrical energy. Example, hydrogen oxygen fuel cell. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിലെ കാഥോഡും ആനോഡും പറയാം. കാഥോഡ് ഓക്സിജൻ, ആനോഡ് ഹൈഡ്രജൻ. കോൺസെൻട്രേറ്റഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ഇസ് ദി ഇലക്ട്രോലൈറ്റ്. അപ്പോൾ ഇലക്ട്രോഡ്സ് പറയുക, ഇലക്ട്രോലൈറ്റ് പറയുക, സെൽ റിയാക്ഷനും എഴുതുക. അഡ്വാൻറ്റേജസ്, ഫസ്റ്റ് അഡ്വാൻറ്റേജ്, ഇറ്റ് ഈസ് ഹാവിങ് എ 70% എഫിഷ്യൻസി. മറ്റ് ഇലക്ട്രിക്കൽ പവർ ജനറേറ്റേഴ്സിന് 40% എഫിഷ്യൻസി ഉള്ളൂ, പക്ഷേ ഫ്യൂവൽ സെൽസിന് 70% എഫിഷ്യൻസി ഉണ്ട്. പിന്നെ ദി ഓൺലി ബൈ പ്രോഡക്റ്റ് ഇസ് വാട്ടർ. അതുകൊണ്ട് പൊല്യൂഷൻ ഇല്ല, എൻവയൺമെൻറ്റൽ പൊല്യൂഷൻ ഇല്ല. പിന്നെ ഈ വാട്ടർ പ്യുവർ വാട്ടർ ആയതുകൊണ്ട് നമുക്ക് ഡ്രിങ്കിങ് പർപ്പസിന്, ഇപ്പോൾ എന്തെങ്കിലും സ്പേസ് പ്രോഗ്രാമിനൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് വാട്ടർ ഫോർ ഡ്രിങ്കിങ് പർപ്പസസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫ്യൂവൽ സെൽസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കൊറോഷൻ? കൊറോഷൻ അറിയാലോ. കൊറോഷൻ ഇസ് ദി ഡിസ്ട്രക്ഷൻ ഓഫ് മെറ്റൽ ഡ്യൂ ടു ഇറ്റ്സ് ഓക്സിഡേഷൻ. ഇപ്പോൾ സിൽവർ, അതുപോലെ കോപ്പർ, ഇങ്ങനെയുള്ള മെറ്റൽസ് കൊണ്ടുണ്ടാക്കിയ ആർട്ടിക്കിൾസൊക്കെ നല്ല ഷൈനി അപ്പിയറൻസ് ആയിരിക്കും അല്ലേ നമ്മൾ പുതിയതായിട്ട് വാങ്ങിക്കുമ്പോൾ. പക്ഷേ ആസ് ടൈം ഗോസ് ഓൺ അവരുടെ ആ ഷൈനി അപ്പിയറൻസ് ഒക്കെ പോയിട്ട് അവർ ഡള്ളാകും അല്ലേ. ഇപ്പോൾ സിൽവർ പാദസരമൊക്കെ ആണെങ്കിൽ കറുത്ത് പോകും, ഇസ്ന്റ് ഇറ്റ്? അപ്പം ഇതെന്തുകൊണ്ടാണ്? ഓക്സൈഡ് ഫോർമേഷൻ, സിൽവറും ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് ഓക്സൈഡ് ഇസ് ഫോംഡ്, മെറ്റൽ ഓക്സൈഡ് ഇസ് ഫോംഡ്. സോ ദിസ് ലീഡ്സ് ടു ഡിസ്ട്രക്ഷൻ ഓഫ് മെറ്റൽ. ഇതിനെയാണ് നമ്മൾ കൊറോഷൻ എന്ന് പറയുക. ഇനി ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് റസ്റ്റിംഗ് ഓഫ് അയൺ. റസ്റ്റ് ഇസ് കെമിക്കലി Fe2O3.XH2O. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന മറ്റൊരു ചോദ്യം, എക്സ്പ്ലെയിൻ ദി ഇലക്ട്രോകെമിക്കൽ ഫിനോമിനൻ ഓഫ്
റസ്റ്റിംഗ് ഓഫ് അയൺ. അപ്പോൾ ഒരു റസ്റ്റിംഗ് ഓഫ് അയണിനെ നമ്മളൊരു ഇലക്ട്രോ കെമിക്കൽ ഫിനോമിനൻ അല്ലെങ്കിൽ ഒരു സെൽ റിയാക്ഷനായിട്ട് പെർസീവ് ചെയ്യുകയാണെങ്കിൽ അത് എങ്ങനെയാണെന്നുള്ള ചോദ്യം പലപ്പോഴും ചോദിക്കാറുണ്ട്. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ഇസ്, മെറ്റലിലുള്ള ഒരു സ്പോട്ട്, ഇപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് ഈ ഒരു അയൺ പീസ് ഓഫ് മെറ്റൽ വെറുതെ വെച്ചേക്കാണെന്ന് വിചാരിക്കും. കുറച്ച് കഴിയുമ്പോൾ അതിൽ റസ്റ്റ് ഫോം ചെയ്യുന്ന നമുക്കറിയാം അല്ലേ, ഉപയോഗിക്കാതെ വെറുതെ ഇരിക്കുമ്പോൾ. സോ വാട്ട് ഈസ് ഹാപ്പനിങ്, ഇത് കുറേ നാളിങ്ങനെ അറ്റ്മോസ്ഫിയറിനോട് എക്സ്പോസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ ഒരു സ്പോട്ട്, സഡൻലി വൺ സ്പോട്ട് ഓൺ ദി മെറ്റൽ ഇറ്റ് ബിഹേവ്സ് ലൈക്ക് എൻ ആനോഡ്. അപ്പോൾ ആനോഡായിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും, കുറച്ച് അയൺ ആറ്റംസ് Fe2+ അയോൺസ് ആയിട്ട് മാറും. ദേ ലൂസ് ഇലക്ട്രോൺസ്. ഈ ഇലക്ട്രോൺസ് മെറ്റലിലൂടെ പാസ് ചെയ്തിട്ട് മറ്റൊരു സ്ഥലത്ത് പോയിട്ട് അറ്റ്മോസ്ഫിയറിക് ഓക്സിജനെ അയണൈസ് ചെയ്യും, O2- അയോൺസ് ആക്കും. ഇത് നടക്കുന്നത് അസിഡിക് മീഡിയത്തിലാണ്. ഇനി അസിഡിക് മീഡിയം എവിടെയാണ്, അറ്റ്മോസ്ഫിയറിൽ വാട്ടർ വേപ്പർ ഉണ്ടാവും, കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവും ഇല്ലേ. അപ്പോൾ ഈ കാർബൺ ഡയോക്സൈഡ് വാട്ടർ വേപ്പറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കാർബോണിക് ആസിഡ് ഫോം ചെയ്യും. കാർബോണിക് ആസിഡിൽ നിന്നാണ് H+ അയോൺസ് ഫോം ചെയ്യുന്നത്, അസിഡിക് മീഡിയം ഉണ്ടാവുന്നത്. അപ്പോൾ ദിസ് അസിഡിക് മീഡിയം ഫേവേഴ്സ് ദി ഓക്സിഡേഷൻ ഓഫ് Fe2+ to Fe3+. ഇവിടെ ഓൾറെഡി Fe2+ അയോൺസ് ഉണ്ട്. ഓക്സിജൻ അയണൈസ് ആയി. ഓക്സിജൻ അയണൈസ് ആയതിനു ശേഷം ഈ H+ അയോൺസിൻ്റെ പ്രസൻസ് Fe2+നെ ഒന്നും കൂടെ ഓക്സിഡൈസ് ചെയ്ത് Fe3+ ആക്കി മാറ്റും. ആൻഡ് ദേ കമ്പൈൻ ടു ഫോം Fe2O3.XH2O, ദാറ്റ് ഇസ് റസ്റ്റ്. അപ്പോൾ നിങ്ങൾ ആ കെമിക്കൽ റിയാക്ഷൻ എഴുതി വയ്ക്കുക, ഇലക്ട്രോ കെമിക്കൽ ഫിനോമിനൻ ഓഫ് റസ്റ്റിംഗ് എഴുതുക. അപ്പോൾ മിസ് പറഞ്ഞ പോലെ എഴുതുക. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു, at a spot on the metal few iron atoms gets oxidized to Fe2+. This spot behaves as the anode. The electrons formed move through the metal and ionizes atmospheric oxygen at another spot, making it the cathode. മറ്റൊരു സ്പോട്ട് കാഥോഡായി. This ionized O2- ions in presence of H+ in the atmosphere. H+ is formed from carbon dioxide dissolved in atmospheric water vapor. Okay, and Fe2+ further oxidizes to Fe3+ and rust is formed as Fe2O3.XH2O, which is chemically rust. മനസ്സിലായല്ലോ, ഇത്ര എഴുതുണ്ടോ ആ കെമിക്കൽ റിയാക്ഷനും എഴുതുക. ഇനി എക്സ്പെക്ട് ചെയ്യാവുന്ന മറ്റൊരു ചോദ്യം, വാട്ട് ആർ ദി മെത്തേഡ്സ് ടു പ്രിവെൻറ്റ് കൊറോഷൻ. കൊറോഷൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണ്? ഒന്ന് പെയിൻറ്റിങ്, നമുക്കറിയാവുന്ന കാര്യമാണ്. പിന്നെ ഈ മെഷീനറിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഗ്രീസ്, ഓയിൽ ഒക്കെ അപ്ലൈ ചെയ്ത് ലൂബ്രിക്കേഷൻ ഉണ്ടാക്കിയിട്ട് അവിടെയും നമുക്ക് ഈ വെയറിങ് ആൻഡ് ടയറിങ് ഒക്കെ കുറയ്ക്കാൻ, മെറ്റൽ ഡിസ്ട്രക്ഷൻ കുറയ്ക്കാൻ സാധിക്കും. പിന്നെ സാക്രിഫീഷ്യൽ ഇലക്ട്രോഡ്സ് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു മെറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു മെറ്റൽ വെച്ചിട്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഗാൽവനൈസേഷൻ. ഗാൽവനൈസേഷൻ എന്ന് പറഞ്ഞാൽ സിങ്ക് ഉപയോഗിച്ച് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട മെറ്റലിനെ കോട്ട് ചെയ്യുന്നതിനാണ് ഗാൽവനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ചില കെമിക്കൽസ് ഉപയോഗിച്ച് കോട്ട് ചെയ്യാം. ബിസ്ഫിനോൾ എന്ന് പറഞ്ഞിട്ടൊരു കെമിക്കൽ വെച്ചിട്ട് നമുക്ക് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൊറോഷൻ തടയാൻ പറ്റും. So many methods are available. You can write any of these methods. അപ്പോൾ ഇതൊക്കെയാണ് ഈ ലെസണിലുള്ള കാര്യങ്ങൾ. ഒരു സമ്മറി പോലെ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള കുറച്ച് ചോദ്യങ്ങളും കൂടി ഒന്ന് നോക്കാം. എസ്പെഷ്യലി ഇൻ 2020 ഇതിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ഡാനിയൽ സെൽ കൺവേർട്സ് ദി കെമിക്കൽ എനർജി liberated during the redox reaction. എന്നിട്ട് ഡാനിയൽ സെൽ റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ദി ആനോഡ് ആൻഡ് കാഥോഡ് ഇൻ ഡാനിയൽ സെൽ. ഡാനിയൽ സെല്ലിലെ കാഥോഡ് കോപ്പർ ആണെന്നറിയാം, ആനോഡ് സിങ്ക് ആണെന്നറിയാം. സെൽ റിയാക്ഷൻ തരുമ്പോൾ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ആളാണ് ആനോഡ്, ആൻ ഓക്സ്. റെഡ്യൂസ് ചെയ്യുന്ന ആൾ കാഥോഡാണ്, റെഡ് കാറ്റ് അറിയാലോ. കാൽക്കുലേറ്റ് ദി സ്റ്റാൻഡേർഡ് ജിബ്സ് എനർജി ഫോർ ദി റിയാക്ഷൻ. Give the Nernst equation of the above cell reaction. Standard Gibbs free energy calculate ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ G0 is equal to minus NF E0 cell. Minus NF E0 cell. അതിൽ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്, F is Faraday, E0 cell is the standard electrode potential. അത് ഈ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്.
സോ ഇറ്റ് ഈസ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ നേൺസ്റ്റ് ഇക്വേഷൻ നമുക്ക് ഈസി ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ നിന്ന് വന്ന മറ്റൊരു ചോദ്യം വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്, ഒബ്ജക്റ്റീവ് ടൈപ്പ്. The limiting molar conductivity of weak electrolytes can be calculated by using the law. Options: Faraday's law, Kohl-Rausch's law, Henry's law, Raoult's law. ഏതാണ് Kohl-Rausch's law? 2019 ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ക്രൈബ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. ഫോക്കസ് ഏരിയയിൽ ഇല്ല, പക്ഷേ ചിലപ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നൊരു ചോദ്യമാണ്. SHE എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഈസ് എൻ ഇലക്ട്രോഡ് which is used to measure the electrode potential, standard electrode potentials of other electrodes. മറ്റ് ഇലക്ട്രോഡ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ SHE ഉപയോഗിക്കുന്നത്. ഇറ്റ് ഹാസ് ആൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇറ്റ് ഹാസ് എന്നല്ല പറയേണ്ടത്, വി ഹാവ് ആർബിട്രറിലി ഫിക്സ്ഡ് ദി ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് SHE ആസ് 0.00 വോൾട്ട്. നമ്മൾ ഫിക്സ് ചെയ്ത പൊട്ടൻഷ്യലാണ് 0.00 വോൾട്ട് അറ്റ് 298 കെൽവിൻ ആൻഡ് 1 ബാർ പ്രഷർ. ഈ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് ട്യൂബാണ്. ഇതിൻ്റെ ഉള്ളിലൊരു പ്ലാറ്റിനം ഇലക്ട്രോഡ് ഉണ്ട്. ഇൻസൈഡ് ദാറ്റ് യു ഹാവ് ഹൈഡ്രോക്ലോറിക് ആസിഡ് അറ്റ് 1 molar concentration ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ് അറ്റ് 1 bar pressure is bubbled inside that. അപ്പോൾ ഈ സെറ്റപ്പാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. ദിസ് ഇസ് കണക്റ്റഡ് ടു അതർ ഇലക്ട്രോഡ്സ് ആൻഡ് ദി സെൽ പൊട്ടൻഷ്യൽ ഇസ് മെഷേർഡ്. മറ്റൊരു ചോദ്യം കൂടെയുണ്ട്. The EMF of the cell obtained by coupling an electrode with SHE was 1.37 volt. If SHE is the positive electrode, find the potential of the given electrode. അതായത് SHE ഒരു ഇലക്ട്രോഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ സെൽ പൊട്ടൻഷ്യൽ മെഷർ ചെയ്തു. E0 സെല്ല് മെഷർ ചെയ്തു. ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി E0 cell is found to be 1.37 volt. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇഫ് SHE is the positive electrode, SHE കാഥോഡായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. ഫൈൻഡ് ദി പൊട്ടൻഷ്യൽ ഓഫ് ദി ഗിവൻ ഇലക്ട്രോഡ്. അപ്പം E0 സെൽ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്? E0 കാഥോഡ് മൈനസ് E0 ആനോഡ് അല്ലേ? അപ്പോൾ ഇവിടെ കാഥോഡ് ആരാന്ന് പറഞ്ഞിരിക്കുന്നത്? SHE ആണ് കാഥോഡ്. ഇതിൻ്റെ പൊട്ടൻഷ്യൽ എത്രയാണ്? 0.00 വോൾട്ട് മൈനസ് E0 ആനോഡ്. നമുക്ക് E0 ആനോഡാണ് കാണേണ്ടത്. അപ്പോൾ E0 ആനോഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? E0 ആനോഡ് വിൽ ബി ഈക്വൽ ടു മൈനസ് 1.37 വോൾട്ട്. അപ്പോൾ ദിസ് ഇസ് ദി ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ദി അതർ ഇലക്ട്രോഡ്. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. മറ്റൊരു ചോദ്യം ഫ്യൂവൽ സെൽസിനെ കുറിച്ചാണ്. ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻറ്റ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ ആൻഡ് റൈറ്റ് ദി ഹാഫ് സെൽ റിയാക്ഷൻസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദിസ് സെൽ. അപ്പോൾ ഫ്യൂവൽ സെല്ലിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക. സെൽ റിയാക്ഷൻസും പഠിച്ചു വയ്ക്കുക. 2018 സേ എക്സാമിൽ ഡാനിയൽ സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻ നേൺസ്റ്റ് ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ട്. ഡിറൈവ് ചെയ്യാനും ചോദിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ടീച്ചർ കണ്ടത് വാട്ട് ആർ പ്രൈമറി ബാറ്ററീസ്? ഒരു മാർക്കിൻ്റെ ചോദ്യം. നിങ്ങൾക്കറിയാം, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. പിന്നെ ക്വസ്റ്റ്യൻ ബി കേട്ടോളൂ. ദ സെൽ പൊട്ടൻഷ്യൽ ഓഫ് എ മെർക്കുറി സെൽ ഇസ് 1.35 വോൾട്ട് ആൻഡ് റിമെയിൻ കോൺസ്റ്റന്റ് ഡ്യൂറിങ് ഇറ്റ്സ് ലൈഫ്. ഗിവ് റീസൺ. ഇപ്പോൾ മെർക്കുറി സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ 1.35 വോൾട്ട് ആണ്. അത് അതിൻ്റെ ഹോൾ ലൈഫ് ടൈമിൽ കോൺസ്റ്റന്റ് ആയിട്ട് റിമെയിൻ ചെയ്യും. അതിൻ്റെ റീസൺ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റീസൺ ഇതാണ്, അതിൽ കെമിക്കൽ റിയാക്ഷൻസിൽ അയോൺസ് ഒന്നും ഇൻവോൾവ് അല്ല. അതുകൊണ്ട് വോൾട്ടേജ് വിൽ ബി കോൺസ്റ്റന്റ്. സോ വാട്ട് ഷുഡ് ബി യുവർ ആൻസർ? ഇൻ ദി മെർക്കുറി സെൽ no ions are involved in the cell reaction. Hence the voltage remains constant throughout its life. Overall reaction കൂടെ വേണമെങ്കിൽ എഴുതാം. zinc mercury plus HgO solid changing to zinc oxide solid plus mercury liquid. അപ്പോൾ ഈ ഓവറോൾ റിയാക്ഷനിൽ നമുക്ക് അയോൺസിനെ ഒന്നും കാണാനില്ല. ആ സെയിം ഇയറിൽ ലെഡ് സ്റ്റോറേജ് ബാറ്ററിയുടെ ആനോഡും കാഥോഡ് റിയാക്ഷൻസും ചോദിച്ചിട്ടുണ്ട്. ഇലക്ട്രോലൈറ്റ് എന്താണെന്നും ചോദിച്ചിട്ടുണ്ട്. എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാം?
എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നൊക്കെ ഏകദേശം നിങ്ങൾക്ക് പിടികിട്ടിട്ടുണ്ടാവും. അടുത്ത ദിവസം മിസ് കെമിക്കൽ കൈനറ്റിക്സും കൂടെ ഇട്ട് തരാം കേട്ടോ. കീപ്പ് വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.